ഇന്ന് ഗോഡ് വിൽ ഗിവ് യു ഇൻക്രീസ് ടുഡേ. ഇന്ന് ദൈവം വർധനവ് തരും. രണ്ടാമതായി ഗോഡ് വിൽ ഗിവ് യു ഡബിൾ പോർഷൻ ടുഡേ. ഇരട്ടി പങ്ക് ദൈവം നൽകും. മൂന്നാമതായി ഹി വിൽ മേക്ക് യു ദ ഫസ്റ്റ് ആൻഡ് നോട്ട് ദ ലാസ്റ്റ് ടുഡേ. അവൻ നിന്നെ ഒന്നാമനാക്കി തീർക്കും, അവസാനം. അടുത്തതായി അവൻ നമ്മെ വാലല്ല തലയാക്കി തീർക്കും. അഞ്ചാമതായി ഗോഡ് വിൽ മേക്ക് യു റിയൽ ആൻഡ് നോട്ട് എ ഷാഡോ. അവൻ നിന്നെ ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കും, ഒരു നിഴലല്ലാതെ ആക്കി തീർക്കും. ആറാമതായി ഗോഡ് വിൽ ടേൺ യുവർ മോർണിംഗ് ഇൻ ടു ഡാൻസിങ് ടുഡേ. നിന്റെ വിലാപത്തെ കർത്താവ് നൃത്തമാക്കി തീർക്കും. ഏഴാമതായി ഗോഡ് വിൽ മേക്ക് ടു ക്യാരി യുവർ ബെഡ് ഇൻസ്റ്റെഡ് ഓഫ് ബെഡ് ക്യാരിയിങ് യു. നിന്റെ കിടക്ക നിന്നെ എടുത്തുകൊണ്ട് വഹിച്ചുകൊണ്ട് ഇരിക്കുന്നതിന് പകരമായിട്ട് നീ കിടന്ന കിടക്കയെ നീ എടുത്തുകൊണ്ട് നടക്കുവാൻ. ഇത് ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ കർത്താവ് എനിക്ക് തന്ന ആലോചന. എട്ടാമതായി ഗോഡ് വിൽ മേക്ക് യു ടു ലിഫ്റ്റ് അപ്പ് യുവർ ഹെഡ് ആൻഡ് ബി റേഡിയന്റ് ടുഡേ. ഹി വിൽ ഷൈൻ ഹിസ് ഫേസ് അപ്പോൺ യു ടുഡേ. ദൈവം നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കും, അവന്റെ പ്രകാശം നമ്മുടെ മുഖത്തിലേക്ക് ദൈവം നൽകും. ഒൻപതാമതായി ഗോഡ് വിൽ മേക്ക് യു എ ബ്രൈറ്റ് ഷൈനിങ് ലാമ്പ് ഇൻസ്റ്റെഡ് ഓഫ് അൺഷൈനിങ് അൺലിറ്റ് ലാമ്പ്. യോഹന്നാൻ പ്രകാശിച്ചതുപോലെ പ്രകാശിപ്പാൻ ദൈവത്തെയാകും, ജ്വലിച്ച് പ്രകാശിക്കുന്ന പ്രകാശമാക്കി തീർക്കും. പത്താമതായി ഗോഡ് വിൽ മേക്ക് യു എ ബ്ലെസ്സിംഗ് ആൻഡ് നോട്ട് എ കേഴ്സ് ഫോർ ടുഡേ. ഇന്നു മുതൽ ദൈവം കേൾക്കുന്നവരെ ഒരു അനുഗ്രഹമാക്കി തീർക്കും, നിങ്ങൾ ഒരിക്കലും ഒരു ശാപമായി തീരുകയില്ല. 11ാമതായി ഗോഡ് വിൽ മേക്ക് യു ഫ്രൂട്ട്ഫുൾ ആൻഡ് നോട്ട് അൺഫ്രൂട്ട്ഫുൾ ഫ്രം ടുഡേ. ഇന്നു മുതൽ ഫലമുള്ളവരായി തീരും, ഫലമില്ലാത്ത അവസ്ഥയ്ക്ക് മാറ്റം വരും. 12ാമതായി അവസാനമായി കർത്താവിനെ ഓർപ്പിച്ചിരിക്കുന്നത് ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നവരുടെ പ്രാർത്ഥന. The Lord will hear your prayers from his holy heaven and answer you today instead of unanswered prayers. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ തലകളെ മുടക്കി. കർത്താവെ, ഒരു കൺവെൻഷനായിട്ട് ഈ ജീവന്റെ ആദ്യത്തെ മിഡിൽ ഈസ്റ്റ് കൺവെൻഷനായി കർത്താവെ ഇപ്പോൾ പ്ലാറ്റ്ഫോമിലോ ഒക്കെ ആയിട്ടും പലയിടങ്ങളിൽ ഞങ്ങൾ സംബന്ധിക്കുന്നു. അവിടുത്തെ വരവിന് താമസമുണ്ടെങ്കിൽ അടുത്ത വർഷം ഇതേ സമയത്ത് ഏറ്റവും മനോഹരമായിട്ട് സംബന്ധിപ്പാനും ഈ കൺവെൻഷനിൽ സംബന്ധിച്ചവരൊക്കെ സാക്ഷ്യം പറയുവാൻ ഇടയാക്കണമേ. എന്റെ മക്കളെ എല്ലാ വിഷയങ്ങൾക്കും അവിടുന്ന് മറുപടി നൽകണമേ. അവർക്ക് വർധനവ് നൽകണമേ, അവർക്ക് ഇരട്ടി പങ്ക് നൽകണമേ. കർത്താവെ, അവരെ ഒന്നാമത്തവരാക്കി തീർക്കണം. ഒടുക്കത്തവരെന്നുള്ള അവസ്ഥയിൽ നിന്ന് വാലല്ല തലയാക്കി തീർക്കണം, നിഴലല്ല പൊരുളാക്കി തീർക്കണം, വിലാപത്തെ നൃത്തമാക്കി തീർക്കണം. കിടക്ക എടുത്തുകൊണ്ട് കിടക്ക നയിക്കുന്നവരായിട്ടല്ല, കിടക്ക എടുത്തുകൊണ്ട് നടക്കുന്നവരാക്കി തീർക്കണം. തല ഉയർത്തണമേ, പ്രകാശിതരാക്കി തീർക്കണമേ, ജ്വലിച്ച് പ്രകാശിപ്പാൻ സഹായിക്കണമേ. ശാപമല്ല അനുഗ്രഹമാക്കി തീർക്കണമേ, ഫലമുള്ളവരാക്കി തീർക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരണമേ. ഇന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. 128 ഡിവൈസിൽ കൂടെ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്, മുദ്രയിടുകയാണ്. ഈ പറഞ്ഞ 12 അനുഗ്രഹങ്ങളും നിന്റെ മക്കൾക്ക് അവിടുന്ന് നൽകുമാറാകണം. ഈ വചനം വീണ്ടും വീണ്ടും കേട്ട് അനുഗ്രഹം പ്രാപിപ്പാനിടയാക്കണം. രോഗബന്ധനങ്ങൾ അഴിയട്ടെ, പ്രശ്നങ്ങൾ നീങ്ങിപ്പോകട്ടെ, വചനം കടന്നു വരട്ടെ. ഒരത്ഭുതം നിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് അവിടുന്ന് മറുപടി നൽകുമാറാകണമേ. മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവശബ്ദം കേൾപ്പിക്കണമേ. ബലഹീനരായവരെ എടുത്തുപയോഗിക്കുന്ന കർത്താവെ, ഇന്ന് അവിടുത്തെ പ്രിയപ്പെട്ട അച്ഛനെ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ. ഓട്ടക്കാരനായിട്ട്, വേലക്കാരനായിട്ട്, കൊയ്ത്തിന്റെ വേലക്കാരായി പടയാളികളാക്കി ഞങ്ങളെ തീർക്കണമേ. ഒരു പടയാളിക്ക് ആവശ്യം കർത്താവെ എന്താണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അങ്ങേക്ക് വേണ്ടി നല്ല ഹൃദയമുള്ളവരായി നെഞ്ചു വിരിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്നിൽ സംബന്ധിക്കുന്ന ആരൊക്കെ രോഗികളായി ഇരിക്കുന്നു അവരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഞങ്ങൾ അവകാശം പറയുകയാണ്. രോഗബന്ധനങ്ങൾ അഴിയണം, പ്രശ്നങ്ങൾ നീങ്ങണം. അവരുടെ കുടുംബത്തിന്റെ വിഷയങ്ങൾ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങൾ, ജോലിയുടെ വിഷയങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, കടഭാരങ്ങൾ, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇന്ന് രാത്രി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മറുപടി ഉണ്ടാകുമാറാകണം. അത്ഭുതം പ്രവർത്തിക്കണം. തുടർന്ന് അല്പസമയം അവിടുന്ന് സന്നിധിയിലായിരിക്കുന്നു, അവിടുന്ന് മഹത്വമെടുത്താട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപരിചിതമായ ഒരു വിഷയമാണ്. മുമ്പന്മാർ പിമ്പന്മാരും, പിമ്പന്മാര് മുമ്പന്മാരുമായി മാറുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. The first may become the last and the last must be. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ, ലോക ജീവിതത്തിൽ എപ്പോഴും കാണുന്നത് ജനനം മുതൽ നമ്മൾ എല്ലാവരെയും മുൻപന്മാരാക്കി തീർക്കുവാനാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ മാതാപിതാക്കൾ മുമ്പന്മാരായി തീരണമെന്നും എല്ലാവരും മുമ്പരായി തീരണമെന്ന് വിചാരിക്കുന്ന പലരും എന്താണ് പിന്നിലോട്ട് പോകുന്ന നമുക്ക് കാണുവാനൊക്കെ. പഴയ കാലത്തൊക്കെ ഫസ്റ്റ് റാങ്ക് ഒക്കെ, അന്ന് റാങ്ക് ഒക്കെ മേടിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ബുദ്ധി കൊണ്ട് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ.
ട്യൂഷനും ഇല്ല, ഒന്നുമില്ല. അപ്പോ ആദ്യത്തെ റാങ്കൊക്കെ മേടിക്കുന്ന പലരും പിന്നീട് എന്തായി തീരുമെന്ന് നോക്കിയാൽ വളരെ ചുരുക്കം പേരെ ജീവിതത്തിൽ അവർ ഉയരം നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് എന്താണ്, പിൻപന്മാര് പലരും മുമ്പന്മാരായി തീരും. ഒരുപാട് കാര്യങ്ങളും ചരിത്രങ്ങളും പറയാനുണ്ട്, അത് പറയാനായിട്ട് സമയം. ചിലരൊക്കെ എന്താണ്, നമ്മുടെ ക്ലാസ്സിലുള്ളവര് നമുക്ക് ഇച്ചിരി ഹൈറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഹൈറ്റാണ്, നമ്മൾ പ്രായമാകുന്നവരെ നല്ല ഹൈറ്റ് ആകുന്നത്. എന്നാൽ കൊച്ചു പേര്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു വിജയനും ഉണ്ടായിരുന്ന വേറെ എഴുത്തുന്നവർ എല്ലാവരേക്കാൾ ഹൈറ്റ് കുറവാണ്. ഞങ്ങളൊക്കെ മുൻപിൽ 3ാമത്തെ ഹൈറ്റിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ. അതിന് 10ാം ക്ലാസ്സിലും ഒക്കെ ഹൈറ്റുണ്ട്. പക്ഷെ ഇന്നും ആ ഹൈറ്റ് മാത്രമേ എനിക്കുള്ളൂ. അത് എന്നാൽ കൊച്ചു വിജയൻ എന്ന് പറഞ്ഞ കൊച്ചു ഹൈറ്റ് ആയിരുന്നു. അദ്ദേഹം പിന്നെ പെട്ടെന്ന് അങ്ങ് വളർന്ന് ഡിഗ്രി ആയപ്പോഴത്തേക്ക് എന്താണ് 6 അടി കൂടുതൽ ഹൈറ്റായി. കൊച്ചു വിജയൻ വലിയ വിജയനായി മാറി. അതുകൊണ്ട് ഇന്ന് എന്താണ് ദൈവം തരുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു വിജയന്മാര് വലിയ വിജയന്മാരായിട്ട് തീരാൻ പോവുകയാണ്. സമൂഹത്തിൽ ചുരുക്കമായി ദൈവം എന്താണ്, ബലവാന്മാരെ സിംഹാസനങ്ങളിൽ താഴെയിട്ട് താണവരെ ഉയർത്തുന്ന ദൈവമാണ്. ദൈവസന്നിധിയിൽ എളിമപ്പെട്ടാൽ ദൈവം നമ്മെ ഉയർത്തും. തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുവാനായിട്ട് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താടിരിക്കുക. നമ്മുടെ ശുശ്രൂഷയുടെ മധ്യത്തിലാക്കി ഒരു പ്രസ്ഥാനമൊക്കെ തുടങ്ങി നടത്തുക എന്ന് പറഞ്ഞാൽ എല്ലാരെ കൊണ്ടും ഒന്നും സാധിക്കത്തില്ല. എന്ന് സ്വപ്നം കാണാവുന്നല്ലാതെ കഴിയത്തില്ല. അതൊക്കെ തുടങ്ങിയത് മാത്രമല്ല, അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിലും പ്രയാസമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഒത്തിരി പേരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. അതൊരു സ്വപ്ന സാക്ഷാത്കാരം മാത്രമല്ല, പലപ്പോഴും ദുസ്വപ്നങ്ങൾ കൊണ്ടുവരുന്ന അനുഭവങ്ങളായി പോലും. ആരും സഹായമില്ലെന്ന് തോന്നുന്ന ഇടത്ത് അപ്പോസ്തലന്മാരെ ആദിമ നൂറ്റാണ്ടിൽ സഹായിച്ച കർത്താവ് ഈ നാളുകളിലും ഇറങ്ങി വരേണ്ട അനുഭവത്തിലൂടെയാണ് ക്രിസ്തീയ സംഘടനകളൊക്കെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സഭാവ്യത്യാസമില്ലാതെ ചെയ്യുന്ന ശുശ്രൂഷകൾക്കൊക്കെയും വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ മാസവും അതിനുള്ളതായ കാര്യങ്ങൾ കടന്നു വരണം. ശുശ്രൂഷയ്ക്ക് വേണ്ടി ജനമൊരുങ്ങണം, ഓരോ സ്ഥലങ്ങളില് വേല നടക്കണം, കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടരുത്. അങ്ങനെ ഒത്തിരി വലിയ ആശയോടെയാണ് പ്രവർത്തിക്കുന്നത്. EGM അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. EGM-നെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വചനം പറയുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിന് മുമ്പന്മാര് പിമ്പന്മാരും, പിമ്പന്മാരും മുമ്പന്മാരുമാകും. വർഷങ്ങൾക്കൊക്കെ മുമ്പ് തുടങ്ങിയ അനേക സംഘടനകളുണ്ട്. പേരുകളൊക്കെ നിങ്ങൾക്കറിയാം. നൂറ്റാണ്ടുകളായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. അത് പലതും മുരടിച്ചു പോയപ്പോൾ, പലതും ഫലമില്ലാത്തയായി പോയപ്പോൾ സംഘടനകളും സഭകളും വരെ ഉണ്ടാകുക. നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, അനേക മനോഹരമായ ആരാധന ആലയങ്ങൾ. അതിൻ്റെതായ ഘടനയൊക്കെ എത്ര ഭയങ്കരമാണ്. ആലയ മനോഹരമായി പണിയപ്പെടുന്ന, അവിടെയൊന്നും എന്താണ് ആരാധിക്കുവാൻ ആരുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കെട്ടിടങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അവിടെ ഒന്ന് ആരാധിക്കുവാൻ ജനമുണ്ടാകണം. ആരാധന സ്ഥലമുള്ളവരുടെ കാര്യമായില്ല, ആരാധിപ്പാൻ ജനം കടന്നു വരണം. EGM-നെ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്നിതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും വ്യക്തിപരമായിട്ടുള്ള ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവിന്റെ വചനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പന്മാരെ പിമ്പന്മാരാക്കുവാനും പിമ്പന്മാരെ മുമ്പന്മാരാക്കുവാനും കഴിവുള്ളവനായ ദൈവം ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും മുമ്പന്മാരായി തീരണം. വാലല്ല, തലയായി തീരണം. ദൈവത്തിന്റെ പ്രകാശമായി തീരണം. വാർദ്ധക്യമായെന്ന് കരുതിക്കൊണ്ട് എന്താണ് മറഞ്ഞിരിപ്പാനല്ല. പ്രിയപ്പെട്ട അച്ഛനെ കണ്ടല്ലോ, ആലവ്യ. അങ്ങനെ എത്രയോ പേര് ആലവ്യ വാർദ്ധക്യത്തിലും വരം കായ്ച്ചുകൊണ്ടിരിക്കുമെന്നാണ് ദൈവനം പറയുന്നത്. അതെ, നമുക്ക് ഈ വിശുദ്ധ നാട്ടിൽ പോയാൽ ഒലിവ് മരങ്ങൾ കാണാം. ഏകദേശം തോട്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അന്നു മുതൽ കർത്താവിന്റെ കാലം മുതലുള്ളതായ ആ ഒലിവ് മരങ്ങളാണ്. വലിയ ചുവടാണുള്ളതിന്. എന്നാൽ അതൊക്കെ അങ്ങ് ഉണങ്ങി പോയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വീണ്ടും അത് മുളച്ചു വന്ന് ഇപ്പോഴും ഒലിവ് അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യത്തിലും ഫലം കായ്പാൻ കഴിയണം. ദൈവമക്കൾക്ക് ആർക്കും റിട്ടയർമെന്റ് ഇല്ല. ആരില്ല, മത്തായി സാറിന് റിട്ടയർമെന്റ് ഇല്ല, ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കും റിട്ടയർമെന്റ് ഇല്ല. നമ്മുടെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഒരു സ്വസ്ഥതയാണ്. അതുകൊണ്ട് പകലുള്ളിടത്തോളം വേല ചെയ്യണം. നമ്മൾ വേല ചെയ്യേണ്ടത് പകലുള്ളിടത്തോളമാണ്. ആലര്യ നമുക്കൊരു വാക്യമായ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 31-ാം വാക്യം, എങ്കിലും മുമ്പന്മാർ പലരും മുമ്പന്മാരുമായി തീരുമെന്ന് പറയുന്നു. ആലര്യ ഫോർ മെനി ഹു ആർ ഫസ്റ്റ് വിൽ ബി ലാസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഫസ്റ്റ്. ആലര്യ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ദൈവസന്നിധിയിൽ നമ്മളൊക്കെ നമുക്കറിയാം, പഴയ കാലത്തൊട്ട് വലിയ പുരാതനമായ ഭവനങ്ങളിലൊക്കെ ജനിച്ചവര്. ഹല്ലേലൂയ. അവരുടെ ഒന്നും അഡ്രസ് പോലും ഇന്ന് ഇല്ല. ഹല്ലേലൂയ. അനേക രാജാക്കന്മാർ നീക്കപ്പെട്ടു, ചക്രവർത്തിമാർ നീക്കപ്പെട്ടു. അവരുടെ ഒന്നും പൊടി പോലും ഇല്ല. അവരുടെ സ്ഥലം പിന്നെ അവരെ അറിയുന്ന പോലുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ
ദൈവജനത്തിന് ഒരു നിലനിൽപ്പുണ്ട്. ദുഷ്ടന്റെ വഴി നമ്മൾ പിന്നെ നോക്കുക, അവരെ കാണത്തില്ലെന്ന് ദൈവജനം പറയുന്നു. എന്നാൽ നീതിമാൻ പനപോലെ തഴയ്ക്കും ദൈവജനം നമ്മെ കുറിച്ച് ഓർപ്പിക്കുന്നു. 1000 തലമുറ വരെ ദൈവമക്കളുടെ തലമുറയെ അനുഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി അനുഗ്രഹം പ്രാപിക്കുന്ന ഒന്നാമതായി തീരുന്ന ദിവസമായി തീരട്ടെ. അതിന്റെ 24 വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ 23 മുതൽ യേശു തന്റെ ശിഷ്യന്മാരോട് ധനവാൻ സ്വർഗത്തിലാക്കിൽ കടക്കുന്ന പ്രയാസം തന്നെ എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയും. വാക്യ എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, വായിക്കേണ്ട കാര്യമല്ലോ. എന്താണ്, ഒട്ടക സൂര്യക്കുഴയിലൂടെ കടക്കുന്ന പോലെയാണ് എന്ന് പറയുന്നു ഹല്ലേലൂയ. എന്നിട്ട് പത്രോസ് ചോദിക്കുകയാണ്, നിന്നെ അനുഗമിച്ചിരിക്കുന്ന, അതുകൊണ്ട് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വളരെ പ്രയാസമാണ്, ഒട്ടകം സൂര്യക്കുഴയിൽ കൂടെ കടക്കുന്ന പോലെയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ശിഷ്യന്മാർക്കും സംശയമായി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലല്ലോ. വാസ്തവമായിട്ട് കർത്താവ് പറയുന്നതൊക്കെ അവരുടെ ശ്രദ്ധയിൽ വരികയാണ്. ഞങ്ങൾക്കുമെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പത്രോസ് അവരോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ, കർത്താവ് ധനവാനെ പറ്റി പറഞ്ഞിട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ചോദിക്കുക, എന്നാ പിന്നെ ഞങ്ങൾ അനുഗമിച്ചുകൊണ്ട് പ്രയോജനമുണ്ടോ? എന്തെങ്കിലും അല്പ ധനമുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. വളരെ കഠിനമായിട്ട് തോന്നി. കർത്താവിന്റെ പല വചനങ്ങളും അനേർക്കും വളരെ കാഠിന്യമുള്ളതാണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ ലളിതവും അനുഗ്രഹകരമാണ്. അത് നമുക്കറിയാമല്ലോ, എന്റെ മാംസം തിന്നാതെ എന്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നവന് ഉള്ളിൽ ജീവനില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഒത്തിരി പേരൊക്കെ വിട്ടേച്ച് പോയി. എങ്ങനെയാണ് ഇവന് മാംസം തിന്നാതെ വരുന്നത്? എന്നിൽ ബാക്കി നിന്നവരോട് കർത്താവ് പറഞ്ഞു, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണം, എന്റെ രക്തം സാക്ഷാൽ പാനീയമാണ് എന്ന് പറഞ്ഞു. ജീവിപ്പിക്കുന്നത് ആത്മാവാണ്, മാംസം ഒന്നിനും ഉപകരിക്കുന്നത് പറഞ്ഞപ്പോൾ യേശുവിന്റെ വചനമാണ് ആ മാംസം എന്ന് പറയുന്നത്. അവന്റെ രക്തം എന്ന് പറയുന്നവന്റെ ആത്മാവാണ്. ആത്മാവിനെ പാനം ചെയ്യുക, വചനത്തെ ഭക്ഷിക്കുക. അതുകൊണ്ട് തിരിച്ചറിയാത്തത് കൊണ്ട് അനേകര് ദൈവവചനത്തോട് എടുക്കാതിരിക്കുന്നു. അനേകർക്ക് ഇന്ന് ജാതികളായിട്ടുള്ളവർക്ക് ഈ വേദപുസ്തകങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിലും അവർക്കത് മനസ്സിലാകുന്നില്ല. ഗ്രഹിക്കാത്തതാണ് അതിന്റെ പ്രയാസം എന്ന് പറയുന്നത്. അപ്പോ ശിഷ്യന്മാർക്കുള്ള പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിന്റെയും പൊരുൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു കർത്താവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ മറ്റുള്ളവർക്കെല്ലാം ഉപമകളായിട്ട് വിതയ്ക്കുന്നത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിചാരിക്കും ആരോ ഒരുത്തൻ വിതയ്ക്കാൻ പോയെന്നൊക്കെയുള്ള കാര്യമേ അവർ വിചാരിക്കത്തുള്ളൂ. എന്നാൽ കർത്താവ് വന്നിട്ട് എല്ലാം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ശിഷ്യന്മാരെ പോലെ എല്ലാം മനസ്സിലാക്കിയവരായിട്ട് ഞാനും നിങ്ങളും തീരണം പ്രിയപ്പെട്ടവരെ. എല്ലാം ദൈവം നമുക്ക് പറഞ്ഞു തരുന്നവനാണ്. അവനിൽ നമ്മൾ സകലവും മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം. സകലവും വിട്ട് നിന്നെ അനുഗമിച്ചെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? ഹല്ലേലൂയ. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എത്ര അത്ഭുതകരമാണ് പ്രിയമുള്ളത്. ഹല്ലേലൂയ. പത്രോസൊക്കെ വിചാരിച്ച് എല്ലാം വിട്ടതാണ്. കർത്താവ് എന്ന് പറയുന്നുണ്ട്, എന്നേക്കാൾ അധികം ഒന്നിനെയും സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നതല്ല. എല്ലാം വിട്ട കർത്താവിനെ അനുഗമിക്കുവാനാണ് പറയുന്നത്. എന്നാൽ എല്ലാം വിട്ട കെയറോബിൽ ഈ ലോകത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് മാത്രമല്ല, ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്താലും നിത്യതയിൽ, അതുപോലെ ദൈവത്തിന്റെ രാജ്യത്തിൽ ഇവര് 12 സിംഹാസനത്തിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുന്നതായ ആ വലിയ വാഗ്ദത്തം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. കർത്താവിന് വേണ്ടി വിട്ടുകളയുവാൻ്റെ കൊണ്ട് ഒരുങ്ങിയാൽ ഈ ലോകത്തിന്റെ മോഹങ്ങള്, ധനങ്ങള്, എന്തെല്ലാം കർത്താവിന് വേണ്ടി ഞാനും നിങ്ങൾ ഉപേക്ഷിക്കുമോ അവിടെ ഒരു അനുഗ്രഹമുണ്ട്. കർത്താവ് ആർക്കും കടക്കാരനല്ല. ഈ ജീവനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. പല രീതിയിൽ അതിന്റെ ആവശ്യങ്ങളുണ്ട്. അതിൽ ധാരാളമായ ആവശ്യങ്ങൾ. ഇന്നുവരെ സപ്പോർട്ട് ചെയ്തവരെ ദൈവം അനുഗ്രഹിക്കും. ഇനി ചെയ്യാറുള്ളവരെ ദൈവം അനുഗ്രഹിക്കും. ഉണ്ടെങ്കിൽ അല്ലാതെ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കൊടുക്കാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥ അറിയാമല്ലോ. ഹല്ലേലൂയ. എന്നാൽ നമുക്കുള്ളതിൽ നിന്ന് ദൈവവേലയ്ക്ക് നൽകണം. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുന്ന ഒരു അനുഗ്രഹമാണ്. പ്രാർത്ഥന എന്നുള്ളത് വലിയ ശുശ്രൂഷയാണ്. ദൈവമക്കളെ അവരുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ വിടുതല. പൗലോസ് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ നാവിൽ ദൈവത്തിന്റെ വചനം തരാനായിട്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ചങ്ങലയിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കണം. ഈ ജീവന്റെ കൂട്ടായ്മയിലുള്ളവർ എല്ലാവരും ചേർന്നിരിക്കണം. അതുപോലെ വിവിധ സംഘടനകൾ, അതുപോലെ ഒരു 1000 വീര്യം ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ മുഴുവൻ സുവിശേഷീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സഭാ വ്യത്യാസം കൂടാതെ, ഡോക്ടറിനൽ ഡിഫറൻസ് കൂടാതെ, അതൊന്നുമല്ല, യേശുവിനെ മാത്രം മുൻപിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തന മേഖലകളെയും വ്യക്തികളെയും മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് പുതിയ നിയമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അത് മാറ്റുവാനായിട്ട് ഹാമാൻ എഴുതിച്ചതായ നിയമത്തെ മൊർദെഖായും എസ്തേറും കൂടെ വന്ന് പറഞ്ഞപ്പോൾ
തരുമെന്നാ പറഞ്ഞേക്കുന്നത്. കർത്താവിന്റെ വാക്ക് മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവമക്കളെ ഈ നാളുകളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരായി തീരണം, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവരായി തീരണം, പ്രാർത്ഥന വീരന്മാരായി തീരണം, പ്രാർത്ഥന പടയാളികളായി തീരണം. അച്ഛൻ കൂടെ നമ്മെ ഇൻട്രൊഡക്ഷനായി ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ പടയാളികളായി തീരണം. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാതെ വിമോചനത്തോട് പറയുക ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി. അതുകൊണ്ട് ഇന്നിതിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരും ക്രിസ്തുവിന്റെ നല്ല ഭടനായി തീരണം. മനുഷ്യരെ നോക്കിക്കൊണ്ട് പിന്മാറി പോകരുത്. കർത്താവ് കൂടെയുണ്ട്. തീരുമാന അനർത്ഥങ്ങൾ ഒരുപാടായിരിക്കും, എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കും. യേശുവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെ എല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെ അവകാശമാക്കും. ഈ പത്രോസിനൊക്കെ എവിടെയാ 100 മടങ്ങ് കിട്ടിയത്? പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു. അപ്പോസ്തലന്മാരെല്ലാം നമ്മുടെ അറിവിൽ യോഹന്നാൻ ഒഴിച്ച്, യോഹന്നാനെ കൊല്ലാൻ എല്ലാ മാർഗവും നോക്കിയിട്ട് കൊല്ലാൻ പറ്റാഞ്ഞുകൊണ്ടാ പത്മോസിലേക്ക് വിട്ടത്. പത്മോസിലെ അങ്ങനെ മരിക്കാതിരിക്കാൻ ദൈവം ഇടയാക്കിയത് ദൈവത്തിന് പർപ്പസുണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രവചനമാകുന്ന വെളിപ്പാട് പുസ്തകം, അതാണ് മുഴുവനായ വെളിപ്പാട്. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എന്തൊക്കെ നടക്കുന്നു, ഭാവി പദ്ധതി എന്താ, ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് യോഹന്നാനെ മരിക്കാൻ ദൈവം സമ്മതിക്കാഞ്ഞതുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളത് പിതാവ് പുത്രനിൽ കൂടെ, പുത്രൻ ദൂതനിൽ കൂടെ അറിയിച്ചതായ ആ 22 അധ്യായങ്ങൾ നമുക്ക് ലഭിച്ചത് ഈ യോഹന്നാൻ കൊല്ലപ്പെടാഞ്ഞത് കൊണ്ടാ. അവൻ വാർദ്ധക്യത്തിൽ മരിച്ചു. അതുകൊണ്ടാണ് ഇവൻ ജീവിച്ചിരിക്കുവോ ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ചോദിച്ചപ്പോൾ അവനെ കുറിച്ചുള്ള ഉദ്ദേശം എന്റേതാണ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവാനും യോഹന്നാനും നിർത്തി. പത്രോസൊക്കെ ശിക്ഷിക്കപ്പെട്ടു, അനേകർ കൊല്ലപ്പെട്ടു. തോമസ് ലീഹ ഇവിടെ വന്ന് കുന്തം കൊണ്ട് കൊല്ലപ്പെട്ടു. അവരെല്ലാം ജീവനെ നൽകി. അവർക്ക് എവിടാ 100 മടങ്ങ് ലഭിച്ചത്? എന്നാൽ 100 മടങ്ങ് അവർക്ക് ലഭിക്കുക ഈ ലോകത്തിൽ തന്നെ ലഭിക്കാൻ പോവാ. 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് അവർക്ക് എല്ലാം ഉണ്ടായിരിക്കും. അവര് സിംഹാസനത്തിൽ വാഴുക മാത്രമല്ല, 1000 വർഷം അവരെല്ലാം ഉള്ളവരായി തീരും. ഈ ലോകത്തിൽ വെച്ച് ജീവനെ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് ജീവനെ നഷ്ടപ്പെടുന്നവരായി തീരണം. എന്നാൽ ഇന്ന് അതിനോട് ചേർന്ന് ലാസ്റ്റ് വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. എങ്കിലും മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ മുമ്പന്മാരുമാകും. മറക്കരുത്. അതുകൊണ്ട് എന്തും വേണ്ടി അധ്വാനിക്കുന്നു അതിന് തക്കവണ്ണമാണ് മുമ്പന്മാരായി തീരുന്നത്. പൗലോസ് പറഞ്ഞു, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറവല്ല, എന്നാൽ കുറഞ്ഞവനല്ല, എന്നാൽ ഞാൻ അപ്പോസ്തലൻ പേരിന് പോലും യോഗ്യനല്ല, ക്രിസ്തു സഭയെ ഉപദ്രവിച്ചതിനാൽ. എന്നിട്ട് ഞാൻ ആകുന്നത് കൃപയാലാകുന്നു എന്നിട്ട് പറഞ്ഞു, അവരെല്ലാവരെക്കാട്ടിലും ഞാൻ അധികം അധ്വാനിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ വചനം അതാണ്. എന്താണ്? വളരെ അധ്വാനിച്ചാൽ മുമ്പന്മാരായി തീരും. നമുക്കറിയാം, ഒരു ക്ലാസ്സിലാണെങ്കിലും ആദ്യമൊക്കെ പിള്ളേർ പഠിക്കാനൊക്കെ മടയരായിരിക്കും. അവരങ്ങനെ അധ്വാനിച്ച് പഠിക്കില്ല. ലാസ്റ്റ് പിമ്പന്മാരൊക്കെ വളരെ മുമ്പന്മാരായി തീരും. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജിലൊക്കെ ചെല്ലുന്നവരറിയാം. അവിടെ ചെല്ലുമ്പോൾ വലിയ മാർക്കുമായിട്ടൊക്കെ ചെല്ലുന്നവരൊക്കെ ചില ഉഴപ്പാൻ തുടങ്ങും. എന്നാൽ കഷ്ടിച്ച് അഡ്മിഷൻ കിട്ടിയവരൊക്കെയാണ് പലപ്പോഴും ലാസ്റ്റ് വരുമ്പോൾ 1ാം റാങ്കൊക്കെ മേടിക്കുന്നത്. കാരണം അവർ അധ്വാനിച്ചത് കൊണ്ടാണ്. അധ്വാനത്തിന് ഫലമുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് ഈ ജീവന്റെ അധ്വാനത്തിന് ഫലമുണ്ട്. അല്ലെങ്കിൽ ഒരു ഭംഗി വാക്കും ഒന്നും പറയുകയല്ല. അല്ലെങ്കിൽ ഈ ഒരു സുവിശേഷ സംഘടനയിൽ നിൽക്കുന്നവരെ ദൈവം ഇതുവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രവർത്തനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മിഡിൽ ഈസ്റ്റ് കൺവെൻഷനായി നടത്തുന്നു. ഇനി അത് തുടരണം. ഇപ്പോൾ അതിനേക്കാൾ 100 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ഒന്നാമതായി ചിന്തിച്ചത് വർധനവ്. ഇതെല്ലാം വാക്യങ്ങളുണ്ട്. 12 പോയിന്റ് പറഞ്ഞതും 12 വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് ദൈവം അനുഗ്രഹിക്കും, വർധനവ് നൽകും. അതുകൊണ്ട് ഇതിലെ ഓരോ ചുമതലയിൽ ഇരിക്കുന്ന ഓർത്തോളം ഇത് കർത്താവിന്റെ വേലയായി ചെയ്യുന്നത്. മനുഷ്യരായതുകൊണ്ട് എന്താണ്, ചിലപ്പോൾ അസൂയ വരാം, ഈർഷ്യ വരാം, പിണക്കം വരാം. ചില സംഘടനകളൊക്കെ എന്താണ്, വർഷങ്ങളാലും സംഘടനകളിൽ ഓരോരുത്തർക്കും ഞാൻ ഇത്രയും ഉപദേശിമാരുണ്ട്, ഇത്രയും സൂചിച്ചാണ്, ഞാനാണ് എടുക്കാൻ, മറ്റവനാണ് എടുക്കാൻ, അങ്ങനെ ഒരു ചിന്ത വരുന്നത്. എളിമപ്പെടുന്നതാണ് അനുഗ്രഹം. കർത്താവ് പറയും, നിങ്ങളിൽ പ്രധാനിയാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ദാസനായി തീരട്ടെ. കർത്താവ് കാണിച്ച മാതൃകയത. ഏറ്റവും വലിയവരായി തീരുന്നത് ഏറ്റവും എളിമപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് കർത്താവ് ലാസ്റ്റിനപ്പുറത്ത് വിളിക്കുന്നതായ ആദ്യത്തെ 26 ശുശ്രൂഷയാണ്. തന്റെ ശരീരം നൽകി നമുക്ക് വേണ്ടി തുടങ്ങുന്ന ശുശ്രൂഷ കൂടെയാണ്. അവിടെ പറയുന്ന കർത്താവ് ചെയ്യുന്നത് എന്താണ്? എല്ലാവരുടെയും കാല് കഴുകി അതിനുശേഷമാണ് അവരെ ഇതിൽ പങ്കാളികളാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാല് കഴിയെങ്കിൽ നിങ്ങളും തമ്മിൽ അത് ചെയ്യേണ്ടതാകുന്നു എന്നൊക്കെ പലയിടങ്ങളിൽ അതൊരു ശുശ്രൂഷയായി ചെയ്യുന്നുണ്ട്. കാരണം ചിലരെയൊക്കെ പ്രത്യേകം ആൾക്കാരെ വിളിച്ചിട്ട് അവരുടെ കാല് കഴിയും. അവർ നേരത്തെ കാല് കഴിയിട്ട് വരുന്നത്. കാരണം ഞങ്ങളുടെ ലീഡർ കാല് കഴിയുമ്പോൾ എന്റെ കാലെ അടുക്കൊന്നും പാടില്ല,
അങ്ങനെയൊക്കെ അതൊക്കെ വെറും ഒരു പ്രഹസനമാണ്. കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ ശിഷ്യന്മാർ ആരും അങ്ങനെ ഒരുങ്ങി വന്നതല്ല. എല്ലാവരുടെയും കാര്യം അടുക്ക പറ്റിയത് കർത്താവുകളുടെ അടുക്കെല്ലാം മാറ്റി എന്ന് കേൾക്കുന്ന ദൈവജനതയെ ഒരു ലീഡറിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എല്ലാവരുടെയും കാല് കഴുകണം, തങ്ങളോട് കൂടെ നിൽക്കണം. അവിടെ അപ്പോൾ സ്നേഹം ഉണ്ടാകും. ഒരു യൂദാ എന്നുള്ളതായ ഒരു ദുഷ്ടരല്ലാതെ ആരും പിന്മാറിപ്പോയില്ല. ഹാലലിയ. അവന്റെ ലക്ഷ്യം മുഴുവൻ അതായിരുന്നു. ഹാലലിയ. അവരോട് ഒരുപാട് ഉപദേശം കർത്താവ് കൊടുത്തത് നന്നായില്ല. ഹാലലിയ. അങ്ങനെയൊക്കെ ചിലരുണ്ടാകും. ഹാലലിയ. അങ്ങനെ ആയിത്തീരരുത്, യൂദാമായവരായി തീരരുത്. യോഹന്നാനെ പോലെ കർത്താവിന്റെ മാറോട് ചാരിയിരിക്കണം. യോഹന്നാൻ എല്ലാവരും അക്കാര്യത്തിലൊക്കെ മുമ്പനായി തീർന്നു. ഹാലലിയ. അതുകൊണ്ട് മുമ്പന്മാരായി നിൽക്കുന്നവരും പിമ്പന്മാരായി തീരാതെ ഇരിക്കണമെങ്കിൽ ഓടണം. നമുക്കറിയാം, ഈ ഓടാനൊക്കെ ചെന്നെടുക്കുക. എനിക്ക് ഓട്ടം വലിയ ഇഷ്ടമായിരുന്നു. 400 മീറ്റേഴ്സും 100 മീറ്റേഴ്സും 800 മീറ്റേഴ്സും ഓടിയിട്ടുണ്ട്. അപ്പോൾ ഓടുമ്പോഴെങ്ങനെയാണെന്നറിയാമോ? ആഞ്ഞു പിടിച്ചെടുക്കും. ആദ്യം നല്ല വലിയ സ്പീഡിൽ ഓടിച്ച പകുതിയാകുമ്പോൾ ഞാൻ ഇത്രയും സ്പീഡിൽ ഓടിയാ, അതുകൊണ്ട് ഇനി ഇത്ര സ്ലോ ആണെന്ന് പറഞ്ഞാലൊന്നും അവിടെ മുമ്പിൽ ചെല്ലത്തില്ല. അവസാനം വരെ ഓടണം പ്രിയമുള്ളവര്. കർത്താവിന് വേണ്ടി അവസാനം ശ്വാസം വരെ ദൈവത്തിന്റെ വേല ചെയ്യണം. ഇതിലിരിക്കുന്ന എല്ലാവരോടും ദൈവത്തിന്റെ ആരോ ഇത് കേട്ടേറ്റ് പോകാൻ വേണ്ടി ഉള്ള ഒരു വചനമല്ല. ആലോചിക്കുക, ഇന്നിത് കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും ബിരുദ് പ്രാപിക്കുന്നത് ഏകരാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ഓട്ടത്തിലുണ്ടല്ലോ, എത്തിച്ചേരുന്നവർക്കെല്ലാം ബിരുദ് ലഭിക്കും. ആലോചിക്കുക, ഒരേ സമയത്ത് തന്നെ 2 ഫസ്റ്റൊക്കെ കിട്ടാൻ പറ്റും. ഒരേ സമയത്ത് ഒരിടത്ത് എത്തിക്കഴിഞ്ഞാൽ 2 വ്യക്തികൾക്കും ഒന്നാമതായി തീരുവാൻ കഴിയും. ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ അതാണ് പ്രിയമുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഓടുന്നവരായി തീരാം. സമർപ്പിക്കാൻ കർത്താവെ വചനത്തിന് മുമ്പാകെ ഞാൻ സമർപ്പിക്കുവാണ്. ഞാൻ ഏതൊക്കെ സുവിശേഷ സംഘടനകളുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നു അവരെ ഓർത്ത് പ്രാർത്ഥിക്കും. ഈ നാളുകളിൽ ഒരുപാട് പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. എല്ലാറ്റിലും അധികം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാൽ സകല പ്രശ്നങ്ങളും നീങ്ങിപ്പോകും പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് അവസാനമായി 12-ാം വചനത്തിന്റെ പോയിന്റ് എന്തായിരുന്നു? പ്രാർത്ഥന കേൾക്കുന്നതിനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകും. അതുകൊണ്ട് മുമ്പന്മാര് പലരും പിമ്പന്മാരായി തീരും, പിമ്പന്മാരും മുമ്പന്മാരുമായി തീരും. മൂന്നാമതായി നമുക്ക് കാണുന്ന മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നു. ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. ഇതിന് വേറൊരു സാഹചര്യത്തിൽ കർത്താവ് പറയുന്നു. കർത്താവ് ഒരു ഉപമ പറയുമ്പോൾ വേറൊരു സാഹചര്യത്തിൽ കർത്താവ് പറയും. അതിനൊക്കെ വലിയ അർത്ഥമുണ്ട് പ്രിയമുള്ളത്. ആലോചിയ, ഒരു മനുഷ്യൻ എന്ത് ചെയ്ത് തന്റെ വേലസ്ഥലത്തേക്ക് ആൾക്കാരെ സ്വർഗരാജ്യം തന്നെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടമയോട് സദൃശ്യം വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്തും പുറപ്പെട്ടും മറ്റു ചിലർ ചന്തയിൽ നിരക്കെട്ട് നിൽക്കുന്ന കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ ചെല്ലുകയും ന്യായമായി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒടുവിൽ 11-ാം മണി നേരത്തും, ഇനി 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ, 11-ാം മണി അടുത്ത മണിക്കൂറോട് തീരുകയാണല്ലോ, ജോലിയുടെ സമയം തീരുകയാണ്. നാട്ടിലറിയാമല്ലോ 5 മണിയാകുമ്പോൾ ജോലി തീരും. ഹാലലിയ. അപ്പൊ 4 മണിക്ക് കറങ്ങി നിൽക്കുന്നതിനിടയ്ക്ക് ചെന്ന് അവനെ വിളിച്ചോണ്ട് വരിക. എത്തിക്കുമ്പോൾ തന്നെ 4:30 ആയിക്കാണ്. പിന്നെ അവൻ എന്താ പണി ചെയ്തത്? അരമണിക്കൂർ പണി ചെയ്തേ ഉള്ളൂ. പക്ഷേ ഈ ഉടമസ്ഥൻ വന്നപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? ഇവർക്കെല്ലാവർക്കും ഒരുപോലെ ഹാലലിയ ശമ്പളം നൽകിയാൽ 1 ദിവസത്തെ കൂലി നൽകി. കുറയ്ക്കാനുള്ള എല്ലാ അധികാരവും യജമാനനുണ്ടായിരുന്നു. എന്നാൽ കുറച്ചില്ലാതെ പറഞ്ഞൊത്തത് കൊടുത്തു. പക്ഷെ ചിലർക്ക് അസൂയൊക്കെ തോന്നിയത്. ചില പാർട്ടികൾക്കൊക്കെ എന്താണ്, ചിലരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അസൂയ തോന്നി. കർത്താവിനെ ക്രൂശിച്ചത് മഹാവിരോധന്മാരും ശാസ്ത്രിമാരും എല്ലാം ചേർന്ന് അവരിൽ വല്ല കുറ്റം കണ്ടിട്ടല്ല, അസൂയ തോന്നിയാൽ. ഒരു സംഘടന വളരുമ്പോൾ, സുവിശേഷപ്രവം നടക്കുമ്പോൾ അസൂയ വരും. അതിൽ ഉള്ളവർക്ക് അസൂയ വരാം. അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമാണ്. എന്നാൽ അസൂയ വരാതെ ഈ അസൂയ ഉള്ളിൽ മുളയ്ക്കുന്നവരെ ശ്രദ്ധിച്ചോണം. ഇത് വലിയ പ്രശ്നമാണെന്ന് വിചാരിച്ചോണം. അസൂയ ഉള്ളവരെ കാണുമ്പോഴും ഇച്ചിരി സൂക്ഷിച്ചോണം. ആലലിയ. ഇവർ അസൂയ കൊണ്ടാ പറയുന്നത്. നമുക്കറിയാമല്ലേ, ഓടുന്ന മനുഷ്യർ നല്ലപോലെ ഓടുമ്പോൾ അസൂയ ഉള്ളവർ എന്ത് ചെയ്താൽ മതി? അടുത്ത കാലം നിൽക്കാൻ ഒറ്റ തെള്ളു കൊടുത്താൽ മതി. ഓടുന്നവരൊരു തെള്ളു വെച്ച് കൊടുത്താൽ കവന്നടിച്ച് വീഴുമാണ്. ഇന്ന് പലരും അങ്ങനെ തെള്ളി വീഴ്ത്താനിരിക്കുക. സംഘടനയിൽ ഓരോ ചെയ്യുമ്പോൾ ഇതുകൂടെ തുടങ്ങ്, മറ്റതുകൂടെ തുടങ്ങ്, മരിച്ചതുകൂടെ തുടങ്ങ്, സാറേ അത് ചെയ്യ. അപ്പോൾ സാറിന്റെ ഹൃദയം അങ്ങ് മാറിയിട്ട് അതും തുടങ്ങിക്കളയാൻ ഒരു വിമാനം അങ്ങ് മേടിച്ചു കളയാൻ തോന്നിയാൽ സംഗതിയാകെ കുഴപ്പമാകുവാനില്ല. എല്ലാം എന്താണ്? ഇരിക്കുമ്പോൾ ഹാലലിയ, ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഹാലലിയ, ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടരുന്ന് നമ്മുടെ നാട്ടിൽ പറയുമല്ലോ. ദൈവം തരുന്നതായ റിസോഴ്സുകളുടെ വില, അതിന്റെ വിശ്വസ്തത മനസ്സിലാക്കി എല്ലാവരെയും കൂടെ നിർത്തി മുന്നോട്ട് പോകണം. ഒരു മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല എല്ലാവരെയും കൂടെ നിർത്താൻ.
സാധുവായ മത്തായി സാറിനെ കൊണ്ട് എല്ലാവരെയും കൂടെ നിർത്താൻ പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ കൂടെ വരുന്നവരും നിൽക്കുന്നവരും ഓർത്തോളം നിങ്ങളെ പ്രിയദാസനോട് കൂടെ ചേർത്തത് ദൈവമാണ്. ഒരു സംഘടനയുടെ ഭാഗമായി അതിന്റെ പ്രാർത്ഥനയുടെ ഭാഗമായി ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിന്റെ വേലയാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ വിശ്വസ്തനായി തീരണം. പ്രത്യേകിച്ച് ലീഡർഷിപ്പിലായിരിക്കുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കണം, അവരോട് കൂടെ നിൽക്കണം, അവർക്ക് വേണ്ടി ഏറ്റവും അധികം പ്രാർത്ഥിക്കണം. അത് എല്ലാ കാര്യവും നിങ്ങളൊരു കമ്പനി ജോലി ചെയ്യാതുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയല്ല, കമ്പനി മാനേജ്മെന്റ് ഒക്കെ അവർക്ക് പ്രാർത്ഥിക്കണം. ഒരു ഭവനത്തിലാണെങ്കിൽ നിങ്ങളുടെ വിഷയം മാത്രം പോലെ നിങ്ങളുടെ അയൽക്കാരുടെ വിഷയം അവർക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ അതിരുകളൊക്കെ വർദ്ധിച്ചെങ്കിൽ മാത്രമേ അനുഗ്രഹം ഉണ്ടാകൂ. അതുകൊണ്ട് മുമ്പന്മാരായി തീരണോ, പിമ്പനായി നിൽക്കണോ, മുമ്പനായിരുന്നവന് പിമ്പനായി തീരണോ, പിമ്പനായിരിക്കുന്നവന് മുമ്പനായി തീരണോ എന്നുള്ള തീരുമാനം ഇന്ന് എടുത്തോളമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താണ് ഈ ഒന്നാമത് വന്നവരും എന്താണ് ഒരു ദിവസത്തേക്കുള്ളതായ കൂലി അവരോട് പറഞ്ഞു വാരരിയ, ഒരു ദിവസത്തേക്ക് ഒരു വെള്ളിക്കാശ്. അപ്പോൾ എന്താണ് ആദ്യം വിളിച്ച ആരെയാണെന്നറിയാവോ? പിമ്പന്മാരെയാ വിളിച്ചത്. ഏറ്റവും ലാസ്റ്റ് വന്ന 11-ാം മണിക്കാരനെ വിളിച്ചേച്ച് വേണമെങ്കിൽ ഈ മനുഷ്യൻ നേരെ തിരിച്ചായിരുന്നു. ആദ്യം വന്നവരെ അങ്ങ് പറഞ്ഞയച്ചായിരുന്നുണ്ടെങ്കിൽ ഇവരറിയത്തില്ലായിരുന്നു, പ്രശ്നം വരത്തില്ലായിരുന്നു. എന്നാൽ ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയാവും? ആ പിമ്പന്മാരായിട്ട് വന്നവർക്ക് ഓരോ വെള്ളിക്കാശ് കൊടുത്തു. 11 മണി ആയപ്പോൾ വന്നപ്പോർക്ക് ഒരു വെള്ളിക്കാശ്, 10 മണിയായപ്പോൾ വന്നവരും ഒരു വെള്ളിക്കാശാണ്, ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നവർക്കും ഒരു വെള്ളിക്കാശ്. ഒടുവിൽ രാവിലെ 8 മണിക്ക് കൊച്ചു വെളുപ്പാങ്കാലത്ത്, നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ കൊച്ചു വെളുപ്പാങ്കാലത്ത് വന്ന് ശുശ്രൂഷ തുടങ്ങിയവർക്കും ഒരു വെള്ളിക്കാശ്. ചിലപ്പോ ഈ ജീവനോടുകൂടെ ആദ്യം മുതൽ നിൽക്കുന്നവരുണ്ട്, അവർക്ക് ഒരു വെള്ളിക്കാശ്. ഇന്ന് വന്നവർക്ക് ഒരു വെള്ളിക്കാശ്. പറഞ്ഞത് ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാ. കർത്താവിനോട് അവർ പിണങ്ങിയപ്പോ പറയേണ്ടതാണ്, എനിക്കുള്ളതിൽ നിന്ന് ഇഷ്ടമുള്ളതുപോലെ നൽകാൻ എനിക്ക് അധികാരമില്ലയോ? ഹല്ലേലൂയ. അത് നമ്മൾ ചിന്തിക്കണം. അനേകർ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോ ഒത്തിരി മുമ്പന്മാരും പിമ്പന്മാരാകും. എന്നാൽ അവിടെ ചെന്നേക്ക് പരാതി ഒന്നും പറയേണ്ട കാര്യമില്ല. നിനക്ക് തരാമെന്ന് പറഞ്ഞത് കർത്താവ് തന്നിരിക്കും. ചിലക്ക് ചോദിക്കും, ദൈവത്തോട് ചോദിക്കും, വീട് വേണോ, കൂട് വേണോ, വാഹനം വേണോ, ഇതെല്ലാം ദൈവം തന്നിരിക്കും. നിന്റെ ചിത്രൂടെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. പിന്നെ നീ നന്ദികേട് എന്തിനാ കാണിക്കുന്നത്? മറ്റവൻ ഇത്രയും കൊടുത്തെന്നുള്ള അസൂയ പാടില്ല. അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമാണെന്ന് എന്താണ് സദൃശവാക്യത്തിൽ പറയുന്നു. ദൈവമക്കൾക്ക് അസൂയ പാടില്ല. നമ്മളെക്കാൾ മറ്റൊരുവർ വളരുന്നതിൽ സന്തോഷിക്കണം. നമ്മുടെ സംഘടനയേക്കാൾ വേറൊരു സംഘടന വളർന്നെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്യണം, അവർക്ക് കൈ കൊടുക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ, കർത്താവിന്റെ ശരീരമാണ്. ഓരോ വ്യക്തികളും കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാകുന്ന പോലെ ദൈവം വിളിച്ചു വേർതിരിച്ച ക്രിസ്തീയ സഭകളും സംഘടനകളും കർത്താവിന്റെ ശരീരത്തിന്റെ അംശികളാണ്. ഒരിക്കൽ ഹല്ലേലൂയ എന്നോട് 2000 പറയാൻ സമയമില്ല, ഹല്ലേലൂയ അറിയാതെ പറഞ്ഞു പോവുകയാണ്. 2017 കർത്താവ് എനിക്കൊരു ദർശനം തന്നു. അരമണിക്കൂറോളം കർത്താവ് എനിക്ക് ദർശനം തന്നു. അതിന്റെ വിവരണങ്ങളൊക്കെ വലിയ വളരെയാണ്, വ്യക്തവും സ്പഷ്ടമായിട്ട് കണ്ടതാണ്. അതിന്റെ രത്നച്ചുരുക്കം മറ്റൊന്നുമല്ല, വിവിധ സഭാ വ്യത്യാസം കൂടാതെ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നടത്തുന്നവരെല്ലാം കൂടി ചേർന്നിരിക്കുകയാണ്. എല്ലാവരും പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നു. എന്ന് കർത്താവ് പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നത് ഇങ്ങനെയുള്ള കൂട്ടങ്ങളെയാണ്. മനസ്സിലാക്കണം. ഒറ്റ സഭയെ തന്നെ പിടിച്ചോണ്ട് നിൽക്കുന്നവരല്ല. ഈ സഭയല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടകത്തെ പോലെയാണ്. പണ്ടാരോട് പറഞ്ഞതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഹല്ലേലൂയ. റിബേക്കയെ കൊണ്ടുവരാൻ വേണ്ടി എലയാസർ പോയപ്പോൾ ഒരൊട്ടകമല്ല, ഒത്തിരി ഒട്ടകങ്ങളെ കൊണ്ടുപോയി. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോട്ടകത്തിന്റെ മണ്ടയ്ക്ക് റിബേക്കയെ കയറ്റി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒട്ടകം ചത്തുപോയാൽ റിബേക്ക അവിടെ എത്തിക്കാതിരിക്കാൻ പാടില്ല. അടുത്ത ഒട്ടകത്തേൽ അങ്ങ് കയറ്റും. ഹല്ലേലൂയ. അതും ചത്തുപോയാൽ അടുത്ത ഒട്ടകത്ത. പക്ഷേ ഒട്ടകം ചത്താലേ അടുത്തതേ കയറ്റാവൂ. ഹല്ലേലൂയ. അത് മറക്കരുത്. ഉള്ളത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കേണ്ട കാര്യമില്ല. നിന്റെ കായലിലും നിന്നെ അനുവദിക്കുന്നെങ്കിൽ, എന്നാൽ നിന്നെ അങ്ങ് ചവിട്ടി പുറത്താക്കുക നീ ദൈവവേല ചെയ്യുന്നെങ്കിൽ അത് നിനക്ക് ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാ സഭകളും ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരേ താലന്ത് കൊടുത്തു, അതിൽ പരാതിപ്പെടരുത്. എന്നിട്ടാണ് പറയുന്നത് മുമ്പന്മാര് പലരും, അത് മുമ്പന്മാരും പിമ്പന്മാരും പിമ്പന്മാരും മുമ്പന്മാരും ആകുന്ന അതിന്റെ 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്നെ കണ്ടുകടിക്കുന്നുവോ? ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരോ? കർത്താവിന് ന്യായമില്ലാഞ്ഞിട്ടുമല്ല, കർത്താവിനറിയാം. അവരോട് ചോദിച്ചു, 11-ാം മണി നേരത്തിൽ നിന്നപ്പോ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാഞ്ഞിട്ടാ, ഞങ്ങൾ ഒരുക്കമായിരുന്നു. ആരും ഒരു സംഘടന എന്നെ വിളിച്ചില്ല. അവസാനം EGM മത്തായി സാർ വന്ന് എന്നെ വിളിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. മറക്കല്ലേ. ഹല്ലേലൂയ. നീ നാളുകളായിട്ട് വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ അനുഗ്രഹമുണ്ട്. 11-ാം മണി നേരത്ത് വന്നവനും ആദ്യം വന്നവന്റെ അതേ പ്രതിഫലമുണ്ട്. കർത്താവിനറിയാം ഇവരുടെ
പാഴാക്കി കളഞ്ഞ സമയമൊക്കെ വിലപ്പെട്ടതാണ്. വാർദ്ധക്യത്തിനും ഫലം കായ്ക്കാൻ ഈ വാർദ്ധക്യം വരെ സുവിശേഷ വേലയിൽ ആയിരുന്നിട്ടില്ല എങ്കിൽ ഇന്ന് ദൈവം നിന്നെ ഇതിൽ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയെ വിളിക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളണം, നീ 11-ാം മണി നേരത്ത് വന്നാലും നിനക്കൊരു പ്രതിഫലമുണ്ട്. 1-ാം മണി നേരം ആദ്യം വന്നവരെ പോലുള്ള പ്രതിഫലം തരുന്ന ഒരു യജമാനനുണ്ട്. നിന്റെ സമയം മെനക്കെടുത്തി കളഞ്ഞു കാണും. എന്നെ ആരും വേലയ്ക്ക് വിളിച്ചിട്ടില്ല, എനിക്ക് പ്രസംഗിച്ചാൽ കൊള്ളായിരുന്നു, ശുശ്രൂഷ ചെയ്താൽ കൊള്ളായിരുന്നു, പക്ഷെ എന്നെ ആരും വിളിച്ചിട്ടില്ല എന്ന് ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് കർത്താവ് വിളിക്കുകയാണ്. നീ 11-ാം മണി നേരക്കാരനാണെങ്കിലും നീ ചെന്നാല്, പിമ്പനായിട്ട് നീ ചെന്നാലും ദൈവം നിന്നെ മുമ്പനാക്കും. സമർപ്പണത്തോടെ ചെന്നാലും നിനക്ക് ചെയ്യാവുന്ന പോലെ ദൈവം വേല ചെയ്യിക്കുവാൻ ആഗ്രഹിക്കും. നിനക്കേട് കൂലിയും നൽകുന്ന ദൈവമാണ്, ഓട്ടക്കൂലിയല്ല കേട്ടോ. ഓട്ടക്കൂലി ദൈവം കൊടുക്കത്തില്ല. കാരണം ചുമ്മാതെ നിന്നേറ്റ് നോക്കിയിരിക്കാനല്ല. മിനക്കേട് കൂലി, ആരും കൂലിക്ക് വിളിക്കാഞ്ഞുകൊണ്ടുള്ളതിനെയാണ് മിനക്കേട് കൂലി എന്ന് പറയുന്നത്. ഹാലലിയ. അത് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹാലലി. വീണ്ടും വീണ്ടും നമുക്ക് കാണുവാനായിട്ട് അത് കഴിയും. പലയിടങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹാലലിയ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് സുവിശേഷം 13:23 വാക്യത്തിൽ വായിക്കുന്നു, അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ അനേകർ ചുരുക്കമോ എന്ന് ചോദിച്ചു. ഹാലലിയ. ആ സ്ഥാനത്താണ് കർത്താവ് പറയുന്നത്. ഹാലലിയ. അത് ചുരുക്കമാണ്, എന്നാൽ കർത്താവിനെ പിൻപറ്റുന്നവർ, ഹാലലിയ, അവർക്ക് കർത്താവ് പ്രതിഫലം തന്നിട്ടുണ്ട്. ഹാലലിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 15:10 വായിക്കുന്നു, എങ്കിലും ഞാനാകുന്നത് ദൈവ കൃപയാലാകും, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവിടെ ശ്രദ്ധിക്കണം. ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്, നമ്മോട് കൃപ കാണിച്ചിരിക്കുക. അവന്റെ വേല ചെയ്യുവാന്റെ കൊണ്ട് ദൈവം എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയതിനാൽ പൗലോസ് നന്ദി കരയത്ത് നമുക്ക് കാണുവാൻ കഴിയും. മറ്റ് 12 അപ്പോസ്തലന്മാർ കർത്താവിനോട് കൂടെ ചേർന്ന് നടന്ന, യൂദയ്ക്ക് പകരം തെരഞ്ഞെടുത്ത മത്തിയാസും അതുപോലെ കൂടെ ചേർന്ന് നടന്നതാണ്. എന്നാൽ കൂടൊന്നും ചേർന്ന് നടക്കാതെ ഉപദ്രവിയായിരുന്ന പൗലോസിനെ ദൈവം വിളിച്ചപ്പോൾ വലിയ വേല അവനെ കൊണ്ട് ചെയ്യിച്ചു. അതുകൊണ്ട് ഈ പൗലോസിന് പറയാൻ പറ്റും, എങ്കിലും ഞാനാകുന്നത് ദൈവ കൃപയാലാകുന്നു. ദൈവവേലയിലായിരിക്കുന്ന എല്ലാവരും ഓർത്തോളും, ഞാൻ ആകുന്നത് ദൈവ കൃപയാലാകുന്നു. എന്നിട്ട് അടുത്ത കാര്യം എന്താണ്? എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമാകുന്നില്ല. എന്നോടും നിങ്ങളോടും ദൈവം കാണിക്കുന്ന കൃപ വ്യർത്ഥമാകത്തില്ല. എന്താണ് ഇവിടുത്തെ കൃപ എന്ന് പറയുന്നത്? ദൈവവേല ചെയ്യുവാൻ തക്കണം വിളിക്കപ്പെടുക, ഓരോ സംഘടനകളുമായിട്ട് സുവിശേഷ വേലയുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ തക്കണം, അവിടെ ദൈവവചനം ഘോഷിപ്പാൻ തക്കണം ഒക്കെ ദൈവം വിളിച്ചിരിക്കുക. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായില്ല. കാരണം എന്താണ്? അവരെല്ലാരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുള്ള ദൈവകൃപ അത്രേ. പൗലോസ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്റെ ദൈവമേ, പൗലോസ് എന്തായിത്തീരും? ഏറ്റവും മുമ്പന്മാരുടെ കൂട്ടത്തിലായിത്തീരും. കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്ത അപ്പോസ്തലന്മാർക്കുള്ള സ്ഥാനം ഏറ്റവും മുമ്പന്മാരുടെ സ്ഥാനമാണ്. കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് 12 സിംഹാസനത്തിൽ ഇരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കും ദൈവജനമേ, കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. ഹാലലിയ. നാം മറക്കരുത്. ഹാലലിയ. ഹാലലിയ. ഏറ്റവും കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട അച്ഛനും CSL രാജു ജേക്കബ് അച്ഛനും പറഞ്ഞപ്പോഴും എനിക്ക് വലിയ സന്തോഷമായി. ആ ഒരു വാക്യം എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അത് സന്തോഷമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയില്ലെങ്കിൽ ഇന്നു മുതൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 15:58 വാക്യം, 1 കൊരിന്ത്യർ 15 അവസാന വാക്യമാണ്. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എല്ലായ്പ്പോഴും വർദ്ധിച്ചു വരുന്നവരായി തീരണം. എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകും. നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. ഇന്നിതിൽ കൂടിയത് വ്യർത്ഥമല്ല. ഇന്ന് ഈ കൺവെൻഷൻ നിങ്ങളെ വിളിച്ചവര് പലരും വേറെ വഴിക്കങ്ങ് പോകും. ഇതൊക്കെ എല്ലാം പുച്ഛമാണ്. ആ കൺവെൻഷൻ എന്താ പോകാനാ, ഇന്നതിന് എന്തോ ഞങ്ങൾക്കൊക്കെ വലിയതുണ്ടാകും. അങ്ങനൊന്നും ചിന്തിച്ചു കളയരുത്. സമയമുണ്ടെങ്കിൽ എല്ലാ കൂട്ടായ്മയ്ക്കും പോകണം. എവിടെയൊക്കെ ദൈവവചനം കേൾക്കുന്നോ പ്രസംഗിക്കപ്പെടുന്നു അവിടെ പോകണം. ഹാലലിയ. കർത്താവിന് നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് കടന്നു വരുന്നത് വ്യർത്ഥമല്ല. ഇന്ന് കടന്നു വന്നത് വ്യർത്ഥമല്ല. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവം മാറ്റുക, നിങ്ങളുടെ കെട്ടുകളെ കർത്താവ് അഴിക്കുക, രോഗബന്ധനങ്ങളെ അഴിക്കുക, പുതിയ ദർശനങ്ങളെ കർത്താവ് തരികയാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുക. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയെ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിത്തീരും. വേറൊരാളുടെയും വേലയല്ല, കർത്താവിന്റെ വേലയാ. ഈ ജീവൻ ചെയ്യുന്ന കർത്താവിന്റെ വേലയായതുകൊണ്ടാണ് ദൈവം വർദ്ധിപ്പിക്കുന്നത്. കർത്താവിന്റെ ഭക്തനെ ദൈവം എത്രത്തോളം കുടുംബമായി എല്ലാം നിലനിർത്തുന്നത്.
കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന പേരൊക്കെ എനിക്ക് പറഞ്ഞാൽ കൊള്ളാത്തുണ്ട്. പല രാജ്യങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ദൈവം നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ വേലയാ. അതുകൊണ്ട് ഈ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല. കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ദൈവം എല്ലാവർക്കും പ്രതിഫലം നൽകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം മത്തായി 21-ാം 28 വാക്യത്തിൽ ഒരു അപ്പൻ ചെന്നേറ്റ് മകനോട് പറയാം, മൂത്ത മകനോട് പറയാം, എന്റെ വയൽ പോയ വേല ചെയ്യാൻ പറയാം. മകൻ പറഞ്ഞു പോകാമപ്പ എന്ന് പറഞ്ഞു. അനേകരും പോകാമപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പലതും ഇതിനകത്ത് കാണും. അന്നും ഇന്നും അങ്ങനെ അങ്ങ് ഇരിക്കുന്നേ ഉള്ളൂ, പോയിട്ടില്ല. രണ്ടാമത്തെ മകനോട് ചെന്നപ്പോ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു, സ്ട്രൈറ്റ് ആയിട്ട്. അവൻ അനുഗമിച്ചു പോയി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, നേരെ തിരിച്ചാ. രണ്ടാമത്തെ ഞാൻ പോകാമെന്ന് പറഞ്ഞു, ഒന്നാമത്തെ പോകത്തില്ലെന്ന് പറഞ്ഞു. പലപ്പോഴും ഒന്നാമത് വിളിക്കുന്ന പലരും പോകത്തില്ലെന്ന് പറയും. എന്നാൽ അവൻ അനുഗമിച്ചു പോയി. രണ്ടാമത്തെ പോകാമെന്ന് പറഞ്ഞിട്ട് പോയില്ല. ഈ മക്കളിൽ ആരെ പോലെ ആയിത്തീരും എന്നുള്ളത് അവരവർ ഇന്ന് രാത്രി തീരുമാനിക്കുക. ദൈവത്തിന്റെ വചനം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരിക. പോകാമെന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുന്ന മകനാണോ, പോകത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഈ സുവിശേഷ വേല എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് വീണ്ടും ഇറങ്ങിത്തീരുന്ന ദൈവമക്കളാണോ എങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വിശ്വസ്തരല്ലാത്തവരെ പറ്റി പറയും. മത്തായി 20:40 വായിക്കുന്നു. അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാരെ, അത് വേറൊരു ഭാഗമാണ്, കുടിയാന്മാരെ ഏൽപ്പിച്ചു, അവർ ഫലം കൊടുക്കാതിരുന്നു. ഹല്ലേലൂയ. എന്തു ഒടുവിൽ അവരെ വല്ലാതെ നിഗ്രഹിച്ചു, ഫലം കൊടുക്കുന്നവരെ ഏൽപ്പിച്ചു. എന്നെ കേൾക്കും ദൈവജനമേ, ദൈവവേലയിൽ ഫലം കൊടുക്കുന്നവരായി തീരണം. അല്ലെങ്കിൽ ആ പണി വേറെ വല്ലവരെ ഏൽപ്പിക്കും, എനിക്ക് കിട്ടാനുള്ള പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിച്ചത് എന്താണ്? അല്ലെങ്കിൽ മുമ്പന്മാര് പിമ്പന്മാരായിത്തീരും, പിമ്പന്മാര് മുമ്പന്മാരായിത്തീരും. അതുകൂടാതെ ദൈവം നമ്മെ ഇന്ന് രാത്രി അനുഗ്രഹിക്കുകയാണ്. നിനക്ക് വർധനവ് നൽകും, ഇരട്ടി പങ്ക് നൽകും. അതിനെ ഒന്നാമത്തെ ഒരാൾക്ക് തീർക്കും, ഒടുക്കത്തവരല്ല. ഒന്നാമത്തെ ഒരാൾക്കും വാനല്ല തലയാക്കും, നിഴലല്ല പൊരുളാക്കും, ദിലാപത്തെ നൃത്തമാക്കി തീർക്കും. നിന്റെ കിടക്ക, നീ കിടക്കുന്ന കിടക്ക എടുത്തോണ്ട് നടക്കത്തക്കോളും ദൈവം നിന്നെ സൗഖ്യമാക്കും. ദൈവം നിന്റെ തല ഉയർത്തി നിന്നെ പ്രകാശിതനാക്കും, ജലിച്ചു പ്രകാശിക്കുന്ന വിളക്കാക്കും. ദൈവം നിന്നെ ശാപമല്ല അനുഗ്രഹമാക്കി മാറ്റും. ദൈവം നിന്നെ ഫലമുള്ളതാക്കി തീർക്കും. ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ അനുഗ്രഹവും കർത്താവ് തരട്ടെ. താങ്ക് യു വെരി മച്ച്.